ഹലോ. ഇന്ന് എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഈ വീഡിയോ കിടക്കണം കണ്ടു. എന്നാൽ പിന്നെ അത് തന്നെ ഇടാമെന്ന് കരുതി. ഇത് ഒരുപാട് നാൾ മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഒരുപാടെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ചാനൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയില്ല. ജസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ എടുത്ത് ഇട്ടേക്കുമായിരുന്നു. ആ സമയത്തുള്ളതായത്. അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടിയില്ല. കാരണം ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കൊരു പെട്ടെന്ന് ഒരു ഗുഡ് ന്യൂസ് അറിയേണ്ടി വന്നു. ആ ഗുഡ് ന്യൂസിൻ്റെ ഷോക്കിൽ ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും ഇടാനും പറ്റിയില്ല. പിന്നെ ആ ഗുഡ് ന്യൂസിൻ്റെ പുറകെയായി. ആ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അതായിരുന്നു ആ ഗുഡ് ന്യൂസ്. പക്ഷേ ഞങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ന്യൂസ് ആയിരുന്നതുകൊണ്ട് അത് കുറച്ച് ഷോക്കിങ്ങുമായിരുന്നു. പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു ഞങ്ങൾ. പിന്നെ ആ ടൈമിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. സോ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ, എല്ലാം പെട്ടെന്നായതുകൊണ്ട് എല്ലാം കൂടി മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ അത് പിന്നെ ഞങ്ങൾ വീഡിയോസൊന്നും തന്നെ ഇട്ടിട്ടില്ല. പിന്നെ ഈ റീസെൻ്റ്ലിയാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ കറൻ്റ്ലി വർക്കിംഗ് അല്ല, ഞാൻ റിസൈൻ ചെയ്തു. സോ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ടൈം ഉണ്ടാവുമല്ലോ. കാരണം വെറുതെ ഇരിക്കുമല്ലേ, വേറെ ഒരു പണിയില്ലല്ലോ. അങ്ങനെ ഞാൻ വീഡിയോസ് പതിയെ ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നിടാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ വീഡിയോ കിട്ടിയത്. പക്ഷേ ഇത് അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. അതായത് ഒരു അക്വാ ഷോ ആയിരുന്നു. ആലപ്പുഴ ബീച്ചിൽ വെച്ചായിരുന്നു ഇതുണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കണ്ടതായത്. പക്ഷേ റീസെൻ്റ്ലി ഇതിപ്പോൾ എറണാകുളത്തൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ അവർക്കത് ഒരുപാട് ഇഷ്ടപ്പെടും. ഫസ്റ്റ് തന്നെ ഇതിൽ കുറേ ആനിമൽസിൻ്റെ ഇതില്ലേ, അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ആനിമൽസിൻ്റെയും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പലതരം മീനുകൾ. അതിങ്ങനെ നല്ല രസമാണ്. നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കണതും നടക്കണതും ഒക്കെ. ആക്ച്വലി ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര തിരക്കാണ്. നിങ്ങൾക്ക് വീഡിയോസ് ചിലപ്പോൾ കാണാൻ പറ്റും, ചില വീഡിയോസിൽ ആൾക്കാരും ഒക്കെ കാണാൻ പറ്റുമല്ലോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ആ സമയത്ത്. കാരണം 2 or 3 വരിയായിട്ടാണ് ആ സ്പേസിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് അടുത്ത് നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഈ ആൾക്കാരുടെയൊക്കെ മേലിൽ കൂടിയൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ കളർ മീനില്ലേ, അത് പല വെറൈറ്റി കളറുള്ള മീനിനെ ഇങ്ങനെ അതിനെ ആ ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു.